മഹാഗുരുശരണം ഇന്ന് മാർച്ച് 27 വ്യാഴാഴ്ച. എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്നപ്പോൾ എടപ്പള്ളി മഹാഗണപതി ക്ഷേത്രം, അതുപോലെ പേരണ്ടൂർ ദേവി ക്ഷേത്രം, പിന്നെ പാവക്കുളം മഹാദേവ ക്ഷേത്രം, അവിടെയൊക്കെ പോയി ദർശനമൊക്കെ നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തി സങ്കല്പം ചെയ്തു വന്നു. എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ കുറച്ച് പേരുടെ ദക്ഷിണ കിട്ടിയതിന് ഞാൻ തേങ്ങ അവരെ ഓരോരുത്തരെയും സങ്കല്പിച്ച് തേങ്ങ ഉടച്ചിട്ടുണ്ട്. അതിൻ്റെതായ സങ്കല്പങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും യൂണിവേഴ്സ് വർക്ക് ചെയ്യും. അതുകൂടാണ്ട് എന്നെ കാണാനായിട്ട് എടപ്പള്ളിയിലൊരു ചേട്ടനുണ്ടായിരുന്നു. അതുകൂടാണ്ട് പിന്നെ പേരണ്ടൂർ വരാമെന്ന് പറഞ്ഞ ചേട്ടൻ പാവക്കുളത്തെത്തി. ഒരു നന്ദവ ചേട്ടനാണ്. അത് ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അദ്ദേഹം എറണാകുളം താമസിക്കുന്നു, തിരുവനന്തപുരം ജില്ലക്കാരനാണ്. അപ്പോൾ അദ്ദേഹം പാവക്കുളത്ത് ഞാൻ വരുന്നവരെയും കാത്തിരുന്നു. അദ്ദേഹമായിട്ടുള്ളൊരു സെൽഫി ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ കണ്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ പറവൂർ ഭരതൻ സാറ്, മഹാനായ സിനിമാ നടനുണ്ടായിരുന്നു, പറവൂർ ഭരതൻ സാറിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചെറിയ ഒരു ഫേസ് കട്ടുള്ള ആളാണ് ഈ നന്ദൻ ചേട്ടൻ. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാനത് പറയുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹവുമായിട്ട് അവിടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ, ക്ഷേത്രത്തിലിരുന്ന് പോസിറ്റീവായ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു. കാര്യം ക്ഷേത്രത്തിൽ എപ്പോഴും നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ വേണം പറയാനായിട്ട്. നമുക്കിനി വേണ്ടത് എന്താണോ അത് വേണം ക്ഷേത്രത്തിൽ വെച്ച് പറയാനായിട്ട്. പോയ കാര്യങ്ങളെക്കുറിച്ച്, പ്രത്യേകിച്ച് പോയ കാലത്തെ തിക്താനുഭവങ്ങൾ ഇല്ലാത്ത മനുഷ്യർ കാണുകയില്ല. കാര്യം തിക്താനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യജന്മം എടുക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മധുരാനുഭവങ്ങൾ ഒരു ബോണസായിട്ട് ഈ കാർമികൻ്റെ ഇടയ്ക്ക് ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി നമുക്ക് നൽകുന്നു എന്നുള്ളതേ ഉള്ളൂ. എന്നാണ് കഴിക്കുന്ന മരുന്ന് കുടിക്കാനായിട്ട് കുട്ടികളൊക്കെ ഇടയ്ക്ക് പഞ്ചസാര നാവെ തൊടിക്കുന്ന പോലെ. അപ്പോൾ അതൊരിക്കലും ക്ഷേത്രങ്ങളിൽ ഇരുന്ന് പറയരുത്. നമ്മൾ പോസിറ്റീവായ കാര്യങ്ങളും ഇനി നമുക്ക് എന്താണ് കാര്യം ആവശ്യം എന്നുള്ളത് നമ്മൾ ക്ഷേത്രത്തിൽ ഇരുന്ന് പറയുക. അത് മിനിമം 10 കിട്ടും. എങ്കിലും ദൈവത്തിന് എല്ലാം 100 മേനി വിളവാണ്, 100 മേനിയാണ് തരുന്നത്. അതെന്തായാലും പോസിറ്റീവ് ആയെങ്കിലും പോസിറ്റീവ് അല്ലാത്ത കാര്യമാണ്. അപ്പോൾ അതുകൂടാണ്ട് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഞാൻ ഒരു വീഡിയോ കോൾ ചെയ്തിരുന്നു. ഒരു വ്യക്തിയെ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്, വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെ ഒരു ഇൻഡ്യൂഷനിൽ വീഡിയോ കോൾ ചെയ്തു അവരുടെ പൂജാമുറി കാണിക്കാൻ പറഞ്ഞു. പൂജാമുറി കാണിച്ചു. അത് കഴിഞ്ഞ് വീടിൻ്റെ ആ പൂജാമുറിയിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീടിൻ്റെ പ്രദക്ഷിണം എടുക്കാൻ പറ്റുന്ന പ്രദക്ഷിണം എടുക്കാം, വീട് ക്ലോക്ക് വൈസ് പ്രദക്ഷിണം എടുത്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു എനർജി പോയിൻ്റ് ഉണ്ടായിരുന്നു. അത് അവർക്ക് പലരും പറഞ്ഞിരുന്നു. അപ്പോൾ വീഡിയോ കോളിൽ പോലും അത് മനസ്സിലായത് അവരെ അത് പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ അതിനുള്ളൊരു നിയോഗം സിദ്ധിച്ചു, ഭാഗ്യം സിദ്ധിച്ചു എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ പൂജാമുറിയുടെ കാര്യം എന്തുകൊണ്ട് എനിക്ക് നോക്കാൻ പറ്റി, കാര്യം അത് കുറേ പവർഫുള്ളായ കുറച്ച് കാര്യങ്ങൾ അവിടെയുണ്ട്. പക്ഷേ എപ്പോഴും മനസ്സിലാക്കുക, നമ്മളിരിക്കുന്നത് കസേരയിലാണ്, അല്ലേ? നമ്മളെപ്പോഴും ഭൂമിയിൽ നിന്ന് കുറച്ച് മുകളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴും പൂജാമുറി നമ്മളിരിക്കുന്നതിനൊപ്പമോ അല്ലെങ്കിൽ അതിന് ഒരു പടി മുകളിലോ ആയിരിക്കണം പൂജാമുറി നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ അതിൻ്റെ താഴത്തെ തട്ടിൽ എണ്ണ ഇതിൻ്റെയൊക്കെ ഇത് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഭഗവാൻ എപ്പോഴും നമ്മളിരിക്കുന്നതിൻ്റെ കുറച്ച് മുകളിലായിട്ട് ഭഗവാന് സ്ഥാനം ഉണ്ടാകണം. ഇങ്ങനെ നോക്കാൻ പറ്റുന്ന കാര്യം ആജ്ഞാചക്രത്തിൽ നിന്ന് കുറച്ച് മുകളിലേക്ക് നോക്കാൻ പറ്റുന്ന രീതി ഭഗവാന് സ്ഥാനം ഉണ്ടായിരിക്കണം. അതെപ്പോൾ പൂജാമുറി ആണെങ്കിലും അതല്ല, നമ്മൾ സ്റ്റൂളിലാണ് ഇത് വെച്ചിട്ട് വിളക്ക് വയ്ക്കുന്നതെങ്കിലും എപ്പോഴും ഈ കാര്യമൊന്ന് ശ്രദ്ധിക്കണം. ഇതിന് എന്താണ് അതിൻ്റെ ആധികാരികത എന്നൊന്നും എന്നോട് ചോദിക്കരുത്, അനുഭവത്തിൽ നിന്ന് പറയുക കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. അതുകൂടാണ്ട് ഇന്നലെ കളറ്, ഓരോ ദശാകാലത്തിൽ കളറിന് പ്രത്യേകതയുണ്ട്. ആ കളറിലുള്ള രത്നങ്ങൾക്ക് പ്രത്യേകതയുണ്ട്. പക്ഷേ രത്നങ്ങൾ വാങ്ങിക്കണമെങ്കിൽ ഒറിജിനലായിരിക്കണം, അതിൻ്റെ ഗൈഡൻസ് വാങ്ങിക്കണം. ഇപ്പോൾ ജയനാരായൺജി നമ്മുടെ രോഹിത് സാറുമായിട്ട് അഭിമുഖം അബാക് മീഡിയയിൽ ചെയ്തിട്ടുണ്ട്, അതിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനൊരു ലളിതമായിട്ട് ചെയ്യാവുന്നതാണ് അതാത് കളറുള്ള ചില കാര്യങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർക്ക് ഏഴശനി കണ്ടകശനിയൊക്കെ ഉണ്ടെങ്കിൽ ആ ശനിയാഴ്ചകളിലാണ് അത് ചെയ്യേണ്ടത് കേട്ടോ. ശനിയുടേത് ശനിയാഴ്ചകളിലാണ് ചെയ്യേണ്ടത്. ബാക്കി അവരുടെ പക്കപ്പിറന്നാളുകൾക്ക് വേണമെങ്കിൽ ചെയ്യാം, വേണമെങ്കിൽ നിർബന്ധമില്ല. ശനിയാഴ്ചകൾ ശനിക്കും രാഹുവിനും കേതുവിനുമുള്ള ഇതാണ്. അപ്പോൾ ഏഴശനി കണ്ടകശനി ഉള്ളവർ അല്ലെങ്കിൽ രാഹു കേതുക്കൾ അനുകൂലമല്ല എന്നാരെങ്കിലും പറഞ്ഞ് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ചകളിൽ അതാത് കളറിൻ്റെ നിങ്ങളുടെ ദശാകാലത്തിൻ്റെ ഓരോരുത്തരുടെ ദശാകാലത്തിൻ്റെ കളറുള്ള എള്ളുകിഴി കത്തിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതേ കളറുള്ള കോൽത്തിരി കത്തിക്കാവുന്നതാണ്. അതിൻ്റെ അനുഭവമുണ്ട്, പലർക്കും അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അവരെ കൊണ്ട് പറഞ്ഞ് ആ വീഡിയോ ചെയ്യിച്ചത്.
അപ്പോൾ ആരോ വിളിച്ച് അവർക്ക് ഓർഡർ, അതിൻ്റെ റോ മെറ്റീരിയൽസിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. കാര്യം ആ കോൽത്തിരി അവർ തന്നെ ചെയ്യാമെന്ന്. അത് നല്ല കാര്യം. റോ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് അവർക്ക് തന്നെ കെട്ടിയെടുക്കാം. അപ്പോൾ ഇത് കാരണം ഈർക്കിൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അവർ അവിടെ കോൽത്തിരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെല്ലാം പുതിയ തുണിയാണ് കേട്ടോ, പുതിയ കോട്ടണാണ് അവർ ഉപയോഗിക്കുന്നത്, പഴയ വസ്ത്രങ്ങളല്ല. അതുകൊണ്ട് അപ്പോൾ ചിലർ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് സാമ്പത്തിക ഇതുള്ളവർ മാത്രം അത് ചെയ്യുക കേട്ടോ, സാമ്പത്തിക ഇതുള്ളവർ മാത്രം അത് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, എന്നെ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി, ഒരു ചേച്ചി കോണ്ടാക്ട് ചെയ്തിരുന്നു. കാര്യം എന്ന് വെച്ചാൽ കുടുംബത്തിലെ ഒരു കാര്യമാണ്. അപ്പോൾ ദക്ഷിണയുടെ കാര്യം ചോദിച്ചു. ഞാൻ പറഞ്ഞു ദക്ഷിണയൊന്നും വേണ്ട, ഫീസ് എത്രയാണ്, ദക്ഷിണയൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഞാനൊരു കാര്യം പറഞ്ഞ്, ഞാൻ ദക്ഷിണ വാങ്ങിക്കുമ്പോൾ നിങ്ങളുടെ കാർമ്മിക വാങ്ങിക്കുന്നതായിട്ട് എനിക്ക് ഉത്തമ ബോധ്യമുണ്ട്, അതുകൊണ്ടാണ് വേണ്ടാന്ന് ഞാൻ പറയുന്നത്. കാര്യം ഞാൻ ജ്യോതിഷം വെച്ചൊന്നും പറയുന്നില്ല, ഇൻഡ്യൂഷൻസ് വെച്ചാണ് പറയുന്നത്. പക്ഷേ അപ്പോൾ പറഞ്ഞ് ഇന്നെനിക്ക് 369 രൂപ ദക്ഷിണ അയച്ചു തന്നു. എന്നിട്ട് അത് ഞാൻ സ്റ്റാറ്റസിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ ഞാൻ ഇങ്ങനെ ജനറലായിട്ടുള്ളത് സ്റ്റാറ്റസിലിടും, ആരാണെന്ന് അറിയിക്കേണ്ട. അപ്പോൾ ഞങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല നിലയിലാണ്, അപ്പോൾ അതുകൊണ്ട് ദക്ഷിണ തരുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇതുകൊണ്ട് കാർമ്മികം മാറിയാലും സാറിന് തീർത്ഥാടനം നടത്തിയോ മെഡിറ്റേഷൻ നടത്തിയോ അത് കുറയ്ക്കാമല്ലോ എന്ന് പറഞ്ഞു. അത് തീർച്ചയായിട്ടും. പക്ഷേ 369 രൂപ വെച്ച് അവിടെ തീർത്ഥാടനം നടത്താൻ പറ്റും. ഒക്കെ എടപ്പള്ളി, പേരണ്ടൂർ, പാവക്കുളമൊക്കെ പോയി വരാൻ മറ്റേ ഓൺലൈൻ ടാക്സി, ഓൺലൈൻ ഓട്ടോ അതിൽ പോയി വിളിച്ചുകൊണ്ട് വന്നാൽ പോയിട്ട് വരാനായിട്ട് ഇത് തികയും. അപ്പോൾ അതിനുള്ള മറുപടിയും ഞാൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്. ആളെന്താണ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. പലരുടെയും മനോഭാവം ഇതാണ്, മനസ്സിലായ? നമ്മുടെ പലരുടെയും മനോഭാവം ഇതാണ്. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എടുക്കാൻ, അതും ഏറ്റവും കുറഞ്ഞ ചെലവിൽ എടുക്കാൻ ആരെ കിട്ടും, മനസ്സിലായ? ഇത് യൂണിവേഴ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന പല ആൾക്കാരും എന്താണ് ചിന്തിക്കുന്നത്, ഇത് അതെല്ലാം പൂർണ്ണമായിട്ട് ശരിയാവണമെന്നില്ല. പക്ഷേ അതൊക്കെ യൂണിവേഴ്സിനറിയാം ഓരോരുത്തരും എന്തൊക്കെ കൊനിഷ്ഠകളാണ് ചിന്തിക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് മാനസികമായിട്ട് പ്രവർത്തിക്കണമെന്ന്. നമ്മൾ ശാരീരികമായിട്ട് പ്രവർത്തിക്കുന്നതിനേക്കാളും കൂടുതൽ മാനസികമായിട്ട് കുറേ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ യൂണിവേഴ്സിന് ശരി തെറ്റുകളില്ല കേട്ടോ. മത്തൻ നട്ടാൽ കുമ്പളം മുളയ്ക്കില്ല, അത് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താണോ നട്ടത് അതിൻ്റെ വിളവുണ്ടാവും, അത് മാത്രം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്രയും പറയുന്നു, കൂടുതലൊന്നും പറയുന്നില്ല. അപ്പോൾ സാമ്പത്തികം എന്ന് പറയുന്നത് കുറയുന്നതും പ്രശ്നമാണ്, കൂടിക്കഴിഞ്ഞാലും അത് അമൃതം അമൃതം അധികമായാൽ വിഷം എന്നൊക്കെ പറയും ഇല്ലേ, അതും ഒരു ഘടകമാണ്. അപ്പോൾ അത് ഓരോരുത്തർ അതെങ്ങനെ നമ്മൾ കാർമ്മികം കുറയ്ക്കാം, ഇത് കുറയ്ക്കാം എന്നൊക്കെ ആലോചിച്ചൊക്കെ ചെയ്യേണ്ടതാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ പോയി വന്നപ്പോഴത്തേക്കും എനിക്കുള്ള പാഠം ആ ചേച്ചി തന്ന മെസ്സേജാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്രാർത്ഥന, ഉപാസന, അതുപോലെ ക്ഷേത്രങ്ങളിൽ പാവക്കുളം മഹാദേവ ക്ഷേത്രം, പേരണ്ടൂർ ദേവി, എടപ്പള്ളി മഹാഗണപതി ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തതിൻ്റെ പുണ്യം എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും, അവരുടെ കുടുംബത്തിലെല്ലാവർക്കും ദീർഘായുസ്, പൂർണ്ണാരോഗ്യം, സത്സന്താന സൗഭാഗ്യം, ധനധാന്യ സമൃദ്ധി, സർവകാര്യസിദ്ധി, സർവൈശ്വര്യം, സർവ ആഗ്രഹങ്ങളും, മനസ്സിലെ നല്ല പോസിറ്റീവായ ആഗ്രഹങ്ങളെല്ലാം നടക്കാനും, മനസ്സിൽ പോസിറ്റീവായ ചിന്തകൾ വരാനും, കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം, അവർ ഉന്നത വിജയം നേടി അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സർവീസോ പ്രൊഫഷനോ ജോലിയിലോ അവർക്ക് ജോയിൻ ചെയ്തിട്ട് അവർക്ക് നമ്മുടെ ഓരോ കുലത്തിനും സംസ്കാരത്തിനും അനുസൃതമായ ഒരു ജീവിത പങ്കാളിയെ ലഭിക്കാനും, അതുപോലെ ഓരോരുത്തരും ചെയ്യുന്ന വ്യാപാരത്തിലും ജോലിയിലും വരുമാന വർധന ഉണ്ടാകാനും, എല്ലാവരുടെ ജീവിതത്തിലും ഏത് സമയത്തും ദേവതകളുടെ എല്ലാം പ്രൊട്ടക്ഷൻ ലഭിക്കാനും, എല്ലാവരുടെയും ഇഷ്ടദേവത, കുലദേവത, കുടുംബദേവതയുടെ അനുഗ്രഹം എല്ലാവരുടെയും ജീവിതം ഐശ്വര്യ സമൃദ്ധമാകാനും, കുടുംബത്തിൽ ശാന്തി, സമാധാനം, സന്തോഷം, സമൃദ്ധി ഉണ്ടാകാനും, എപ്പോഴും എല്ലായ്പ്പോഴും പോസിറ്റീവായ കാര്യങ്ങൾ ചിന്തിക്കാനും, പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്യാനും, പോസിറ്റീവായ റിസൾട്ട് കിട്ടുവാനും എൻ്റെ ഗുരുപരമ്പരകൾ, ഉപാസനാമൂർത്തികളെ എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് യൂണിവേഴ്സ് പരാശക്തി പരമാത്മാവിൽ പ്രാർത്ഥിച്ച സങ്കല്പം ചെയ്തുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ. നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൻ.